കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്ന മുസ്ലിം ലീഗ് വി.ഡി. സതീശൻ സഖ്യം. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന നിലയിൽ തങ്ങൾക്ക് അർഹമായ പരിഗണന വേണമെന്നും ഇത്തവണ ഉപമുഖ്യമന്ത്രി സ്ഥാനവും 5 മന്ത്രിസ്ഥാനങ്ങളും നൽകണമെന്നുമാണ് ലീഗിന്റെ ഔദ്യോഗിക നിലപാട്. ഇതിനു പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പിന്തുണ ആണെന്ന ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിലാണ് ഈ ആവശ്യങ്ങൾ ഉയർന്നത്. യു.ഡി.എഫിന്റെ കരുത്ത് ലീഗിന്റെ വോട്ട് ബാങ്കാണെന്നും പാർലമെന്ററി രംഗത്ത് കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള കക്ഷി എന്ന നിലയിൽ ഉപമുഖ്യമന്ത്രി പദവി തങ്ങളുടെ സ്വാഭാവികമായ അവകാശമാണെന്നും പാർട്ടി വിലയിരുത്തുന്നു. C.H. മുഹമ്മദ് കോയയെ പോലുള്ള നേതാക്കൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ലീഗ് ഇത്തവണ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത്. എന്നാൽ ഈ നീക്കത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. യു.ഡി.എഫ് അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്ന ആവശ്യത്തിന് സതീശൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നതായാണ് സൂചനകൾ. കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് സതീശന്റെ ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യമെന്ന് കരുതപ്പെടുന്നു. ലീഗിനെ ഒപ്പം നിർത്തിയാൽ ഐ ഗ്രൂപ്പിനെയും മറ്റ് എതിർപ്പുകളെയും മറികടക്കാൻ അദ്ദേഹത്തിന് എളുപ്പമാകും. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നതിലൂടെ ഈ പദവി ഉറപ്പിക്കാമെന്ന കണക്കുകൂട്ടിലാണ് ലീഗ് നേതൃത്വം. C.H. മുഹമ്മദ് കോയയ്ക്ക് ശേഷം ലീഗിന് ലഭിക്കാതെ പോയ അംഗീകാരം തിരിച്ചുപിടിക്കാൻ സതീശന്റെ പിന്തുണ അവർക്ക് കരുത്തേകുന്നു. എന്നാൽ ഈ പുതിയ നീക്കം യു.ഡി.എഫിനുള്ളിൽ വലിയ അസ്വാരസ്യങ്ങൾക്കും കാരണമായിട്ടുണ്ട്. സതീശൻ ലീഗ് ബാന്ധവം കോൺഗ്രസിലെ മറ്റു ഗ്രൂപ്പുകളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ പങ്കിടുമ്പോൾ കേരളത്തിലെ സാമുദായിക സന്തുലിതാവസ്ഥ തെറ്റുമോ എന്ന ആശങ്ക കോൺഗ്രസ് ഹൈക്കമാൻഡിനുമുണ്ട്. കൂടാതെ RSP, കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗം തുടങ്ങിയ ഘടകകക്ഷികളും കൂടുതൽ ആവശ്യങ്ങളുമായി രംഗത്തെത്തിയേക്കാം എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 27 സീറ്റുകളിൽ 22ലും മുസ്ലിം ലീഗ് വിജയിച്ചു. ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടിക്ക് 85,327 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ഈ കരുത്തും സതീശനുമായുള്ള പുതിയ ധാരണയും ലീഗിന് ഉപമുഖ്യമന്ത്രി പദവി ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ലീഗിനെ പിണക്കാതെ മുന്നോട്ട് പോവുക എന്നത് കോൺഗ്രസിന് അനിവാര്യമാണ്. യു.ഡി.എഫിലെ ഈ പുതിയ രാഷ്ട്രീയ സമവാക്യം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്.